ഫ്രഞ്ച് വിമാന കമ്പനിയായ ഡസാൾട്ട് ഏവിയേഷനാണ് ഡസാൾട്ട് റാഫേൽ ജെറ്റ് എന്ന മൾട്ടിപർപ്പസ് ഫൈറ്റർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. സൈനിക പശ്ചാത്തലത്തിൽ റാഫേൽ എന്നാൽ കാറ്റിന്റെ ആഘാതം അല്ലെങ്കിൽ അഗ്നിസ്ഫോടനം എന്നാണ് അർത്ഥമാക്കുന്നത്. 1.8 മാച്ച് വേഗതയുള്ള ഇതിന് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത തന്ത്രപരമായ കാഴ്ചപ്പാടുമായി റാഫേൽ യോജിക്കുന്നു. ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഓവർഫ്ലൈറ്റുകളും സാധ്യതയുള്ള WMD ഭീഷണികളും കുറയ്ക്കുന്നതിന് സംഭാവന ചെയ്യുന്നു. ഇലക്ട്രോണിക് യുദ്ധം, വ്യോമപ്രതിരോധം, കരപ്രതിരോധം, ആഴത്തിലുള്ള ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ജോലികൾക്ക് കഴിവുള്ള ഓരോ വിമാനത്തിനും 14 ആയുധ സംഭരണ സ്ഥലങ്ങളുണ്ട്. മികച്ച ചലനാത്മക പ്രകടനവും ശക്തമായ ഇലക്ട്രോണിക് യുദ്ധശേഷികളും കാരണം ഇന്ത്യൻ വ്യോമസേനയിൽ 36 റാഫേലുകളും അവതരിപ്പിക്കുന്നത് തന്ത്രപരമായ ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാധുനിക മെറ്റിയർ എയർ ടു എയർ മിസൈലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന റാഫേൽസ് മേഖലയിൽ വേറിട്ടു നിൽക്കുന്നു. സമാനകളില്ലാത്ത കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഈ വിമാനം അഫ്ഗാനിസ്ഥാൻ, ലിബിയ, മാലി, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ വ്യോമ പോരാട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിൽ മേൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനും ഈ യുദ്ധവിമാനം ഉപയോഗിച്ചിട്ടുണ്ട്. റഫാൽ വിമാനത്തിൽ SEALP എന്ന എയർ ടു സർഫസ് ക്രൂയിസ് മിസൈൽ ഉണ്ട്. ഇത് 300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ളതും ആഴത്തിലുള്ള ആക്രമണശേഷി നൽകുന്നതുമാണ്. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റാഫേൽ 4.5 തലമുറ ഇരട്ട എഞ്ചിൻ ഡെൽറ്റവിംഗ് മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റ് ആണ്. നൂതന ഏവിയോണിക്സ്, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, വൈവിധ്യമാർന്ന ആയുധങ്ങൾ എന്നിവയ്ക്ക് ഇത് പേരുകേട്ടതാണ്. എയർ ടു എയർ പോരാട്ടം, ആഴത്തിലുള്ള സ്ട്രൈക്ക് ദൗത്യങ്ങൾ, രഹസ്യാന്വേഷണം എന്നിവയ്ക്ക് കഴിവുള്ള ഒരു മൾട്ടിറോൾ ഫൈറ്ററാണ് റാഫേൽ.